N4 News ഒരുക്കുന്ന പ്രത്യേക ഇലക്ഷൻ പ്രോഗ്രാം ആരുടെ വിധി. നാടിന്റെ തീരുമാനങ്ങൾ ഇനി N4 ന്യൂസിലൂടെ. ചേട്ടപ്പോ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി. ഈ വർഷം കേരള ആര് ഭരിക്കും എന്നുള്ളതാണ് ചേട്ടന്റെ അഭിപ്രായം? ഇടത് വർഷം ഭരിക്കും. അതിന് ഇത്ര 10 വർഷം ഭരിച്ചല്ലോ. ഈ 10 വർഷം ഭരിച്ചാല് അത്രയ്ക്ക് അധികം വികസനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് കൊച്ചു കുട്ടിക്ക് പോലും പറയാവുന്നത്ര വികസനം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ വികസനമല്ല. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാലും അവർ പറയാ പിണറായി സർക്കാർ വരുമെന്ന് പറയുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പേര് സ്കൂളിൽ ഏത് സ്കൂൾ ഹൈടെക് ആക്കിയല്ലോ. ചെറിയ രീതിയിൽ കിടന്ന ഓട് പൊളിച്ചിട്ട് ഒറ്റ എണ്ണല്ലാണ്ട് മറ്റേ വാർക്ക ബിൽഡിംഗ് ആക്കി. ചെറിയ കാര്യമാണോ? വലിയ കാര്യമാണ്. പ്രതിപക്ഷം പറയണത് ഒരു കഴിഞ്ഞ 10 വർഷം കൂടെ ഒരു വികസനം നടന്നിട്ടില്ല, ആകെ നശിച്ചു കിടക്കുകയാണ്. ഇനി അവർ വന്നിട്ട് വേണം ഒരു പുതിയ കേരളം ഉണ്ടാക്കാനെന്നുള്ളതാണ് അവർ പറയണത്. അതുകൊണ്ടാണല്ലോ അവർക്ക് രണ്ടാമത്തെ ഇത് കിട്ടാൻ. നമുക്ക് തുടർഭരണം ഉണ്ടായതിന്റെ കാരണം അതാണല്ലോ, ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ട്. അതിനേക്കാളും അതായത് ഇതിനേക്കാളും ഫസ്റ്റ് ടൈമേക്കാളും ഭംഗിയായിട്ട് സെക്കൻഡ് ഭരണം അടിപൊളിയായിട്ടുണ്ട്. അതും ഇത്രയ്ക്ക് വലിയ ദുരിതം നമുക്ക് ഉണ്ടായിട്ട്. നമുക്ക് എത്ര വലിയ ദുരിതം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ അതിലൊക്കെ മറികടന്നില്ലേ? അതിലൊക്കെ മറികടന്ന് ചെറിയ മറികടക്കലല്ല കടന്നത്. നമ്മുടെ ആളുകൾ അവരൊക്കെ പുനരധിവസിപ്പിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മാതൃകല. അപ്പൊ മൂന്നാമത് ഒരു പിണറായി സർക്കാർ 100% LDF ജയിച്ചാൽ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവും എന്ന്. അത് കുഴപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഇത് ആരായാലും ഇടതുപക്ഷത്തിൽ ആരായാലും നമുക്ക് അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വരണം നിർബന്ധമൊന്നുമില്ല. ആരായാലും ഞങ്ങൾ ഇപ്പൊ പാർട്ടി ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടല്ലോ. ഇപ്പൊ ചില മുതിർന്ന നേതാക്കള് വേറെ പാർട്ടിയിലേക്ക് പോവുക, സ്വതന്ത്രമായിട്ട് മത്സരിക്കുക, അങ്ങനെയുള്ള 75-80 വയസ്സായിട്ടൊന്നും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. യങ്ങായിട്ടുള്ള ഒരു തന്നെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ 75 വയസ്സ് കഴിഞ്ഞവരൊക്കെ എങ്ങനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുക, അതിലൊക്കെ അധികാരമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്നും ഒരു രീതിയിൽ ബാധിക്കില്ല. ഇതൊന്നും ബാധിക്കില്ല. അതൊന്നും എവിടുന്ന് ബാധിക്കുന്നത്? അതൊന്നും മനുഷ്യനെ യാതൊരു രീതിയിലും ബാധിക്കില്ല. അപ്പോ ഈ BJP ഇപ്പൊ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ട്. അവർക്ക് ഒരു സീറ്റ് ഇത്തവണ കിട്ടാൻ നല്ല സാധ്യതയുണ്ടോ? നമ്മൾക്ക് കേരളത്തിൽ BJP സീറ്റ് ഇട്ടാന്ന് പറഞ്ഞാൽ വളരെ ദയനീയാവസ്ഥ. ഒരു കാരണവശാലും നമുക്കൊരു സീറ്റ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് വേണ്ടിയൊരു സീറ്റ്. കാരണം കേരള ജനത അങ്ങനെ ഇത് ചെയ്യില്ല. അങ്ങനെ ചെയ്യില്ല നമ്മൾ വിശ്വസിക്കുന്നു. അവര് പൂജ്യത്തിൽ നിൽക്കുന്നതാണ് ഒരു തുടർ ഭരണം തന്നെ. ചേട്ടന്റെ അഭിപ്രായത്തില് ഒരു അല്ല UDF എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, സാധ്യത കാണുന്നില്ല. LDF തന്നെ ഭരിക്കണം എന്നാണ്. 10 വർഷമായല്ലോ ഭരിക്കണേ. ഇപ്പൊ ഭരണത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പ്രതിപക്ഷം പറയുന്നുണ്ട്. അത് അവര് അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ. അവർക്ക് നമ്മളെല്ലാവരും കണ്ണോർന്ന് കാണുന്നതാണ് വികസനം ഈ നാട്ടിൽ നടക്കുന്നത്. റോഡായാലും സ്കൂളുകളായാലും ഹോസ്പിറ്റലായാലും ബാക്കി IT മേഖലയായാലും എല്ലാ മേഖലയിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം ഈ സർക്കാർ കാഴ്ചവെക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ പിന്നെ ക്ഷേമ പെൻഷനുകൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഇത് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അടുത്ത വർഷം സർക്കാർ BJPക്ക് എന്തെങ്കിലും സാധ്യത? ചാൻസ് കുറവാണ്. 1-2 മത്സരം ടൈറ്റ് മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും കിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ. ചേട്ടൻ്റെ അഭിപ്രായത്തില് ഒരു ഭരണമാറ്റം ആവശ്യമാണോ ഇവിടെ? എന്തിനാ അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്കൊക്കെ ഇപ്പൊ നല്ല രസത്തിൽ പോണത് ഈ നിലയ്ക്ക് തന്നെ പോണം. ഒരു 5 വർഷം കൂടി പിണറായി തന്നെ ഭരിക്കണം. 5 വർഷം കഴിഞ്ഞാൽ മാറാന്നാണോ? 5 വർഷം കൂടി പിണറായി ഭരിക്കും. പിന്നെ അങ്ങോട്ട് നോക്കണ്ട, ഇടത് വർഷം തന്നെ ആയിരിക്കും. ബംഗാൾ പോലെ ഒരു 10-35 വർഷം നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് അങ്ങനെ പോട്ടെ. കോൺഗ്രസിന് ഒരു പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ല. അവര് തമ്മിൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ കുറവ് കിട്ടുന്നോ? ഓക്കെ. ചേട്ടാ അഭിപ്രായത്തില് ഇടതുപക്ഷം തന്നെ. മൂന്നാമതും പിണറായി തന്നെ മുഖ്യമന്ത്രി ആവോ അതോ അല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെ വേറെ ആരെങ്കിലും ആക്കുവോ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ പിണറായി വിജയൻ നിൽക്കുന്നത്. ആള് തന്നെ ആവണം. കാലത്ത് പ്രായമൊക്കെ ആയ സ്ഥിതിക്ക് മാറിക്കൊടുക്കാൻ സാധ്യത ഇത് കഴിട്ടെ റിസൾട്ട് വന്നിട്ട് തീരുമാനിക്കും. കോൺഗ്രസിന് ഒരു സാധ്യതയില്ല. ഇല്ല ഒരു സാധ്യതയില്ല. ചേട്ടൻ്റെ അഭിപ്രായത്തില് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ അവരൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു ഒരു തെരഞ്ഞെടുപ്പിന് ഫേസ് ചെയ്യുന്ന ഒരു രീതി അവർക്കില്ല പൊതുവിൽ. അപ്പോൾ അതുകൊണ്ട് ഇനി പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവും എന്നുള്ള പ്രതീക്ഷയിലൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവന് മുഖ്യമന്ത്രി എന്നുള്ളതിന്
ആരോഗ്യ കാരണങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥകളെ കൊണ്ടൊക്കെ ചിലപ്പോൾ പിണറായി വിജയൻ എന്നുള്ളത് മാറിയേക്കാം. ചിലപ്പോൾ അദ്ദേഹം തന്നെ ആയി വീണ്ടും വന്നേക്കാം. അവരവസ്ഥ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും മൂന്നാമതും പിണറായി വിജയൻ തന്നെ ഭരിക്കുന്ന ഉറപ്പാണ്. അതായത് ഇടതുപക്ഷ ഭരണം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ UDF-ന് ഒരു രീതിയിലുള്ള സാധ്യതകളും UDF-ന് സാധ്യതകൾ ഇല്ല, ഒരു രീതിയിലുള്ള സാധ്യതകളും ഇല്ല. BJP-ക്ക് ഒരു സീറ്റ് കിട്ടുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ തുടർന്നും LDF തന്നെ ഭരിക്കും എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു കാഴ്ചപ്പാട്. അല്ലെങ്കിൽ അതാണ് നമ്മുടെ അതായത് പൊതുവിൽ ഉള്ള ഒരു മനസ്സിലാക്കിയിട്ടുള്ള അവസ്ഥ. അപ്പോ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു. അപ്പോ എല്ലാരും തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളും അതിന്റെ ഇതിലൊക്കെയാണ്. ഇത്തവണ എന്താണ് രാഷ്ട്രീയ സാഹചര്യം കേരളത്തില്? രാഷ്ട്രീയ സാഹചര്യം ഇത്തവണത്തെ അറിഞ്ഞൂടെ? സ്വർണ്ണക്കൊള്ളയും മറ്റേ ഇതും പിന്നെ മറ്റേ ബിരിയാണി ചെമ്പില് കാശ് കൊണ്ടുപോലും മെഡിക്കല് ആകെ തകർന്ന് അതുകൊണ്ട് ഇത്തവണ ഒരു മാറ്റം ഉറപ്പാണ്. അപ്പോൾ ഇവിടെ എന്തായാലും ബാബുരാജ് കേരളത്തില് എന്തായിരിക്കും സാഹചര്യം? കേരളത്തില് UDF തർക്കമൊന്നുമില്ല. 110 സീറ്റിൽ 110 ഇല്ലെങ്കിലും ഒരു 90 സീറ്റെങ്കിലും കിട്ടും. ഇപ്പൊ UDF ഇലക്ഷന് വേണ്ടി പറയാൻ പോണ കാര്യങ്ങള് ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയും ബിരിയാണി ചെമ്പും അതൊക്കെ തന്നെയാണോ? വികസനം മുരടിപ്പ് എന്തൊക്കെ വികസന മുരടിപ്പാണ് എടുത്തു പറയാൻ പറ്റിയത്? അത് പലതും ഇല്ലേ? എന്തൊക്കെ അത് എടുത്ത് പറയാൻ പറ്റിയത് എന്താന്ന് രണ്ടെണ്ണം ഏതെങ്കിലും പറയാണ്. കാരണം ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് അടക്കം ഇപ്പോഴും വികസനം മുരടിപ്പെന്ന് സംസാരിക്കണില്ല. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചറ്റാന്ന് വിളിച്ചു, അല്ലെങ്കിൽ മറ്റേ ശബരിമലയിൽ ഭരണത്തിനെതിരെ ഒരു കാര്യം മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇതിപ്പോ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ആ രീതിയിൽ പ്രതികരണം നമ്മൾ മുന്നിൽ കേട്ടിട്ടുണ്ടോ? പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു പൊതുവേദിയിൽ തെറി തന്നെ പറഞ്ഞ നേതാവുണ്ട് നമ്മളിപ്പോ. അപ്പൊ അതൊക്കെ രാഷ്ട്രീയമായ കാര്യങ്ങള്. എന്താണ് ശരിക്കും പ്രതീക്ഷ UDF ജയിക്കാൻ പറ്റും എന്നുള്ളതിൽ? ഈ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അതുണ്ട്. ഇപ്പൊ ഈ 10 വർഷം മുരടിപ്പാനോ UDF വന്നു കഴിഞ്ഞാൽ മാറ്റം വരുമോ? തീർച്ചയല്ലേ. ഇപ്പൊ ഈ പറഞ്ഞ 5 വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും. 3000 രൂപ പെൻഷൻ കൊടുക്കാൻ പറ്റും. 25 ലക്ഷം ഓരോരുത്തർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. കണക്ക് വെച്ച് നോക്കിയിട്ട് ശരിയാവില്ല എന്നാണ് പലതും പറയണേ. അപ്പൊ ഇതൊക്കെ പറച്ചില് ആർക്കും പറയാലോ. അപ്പൊ ഏകദേശം എത്ര സീറ്റിൽ ജയിക്കും? 90 സീറ്റോളം ജയിക്കും. ജയിച്ച ആരായിരിക്കും മുഖ്യമന്ത്രി? അത് പ്രതാപനല്ല, ചെന്നിത്തലയൊക്കെ ആക്കണം. ഇന്നൊരു പ്രസ്താവന കുര്യന്റെ അടുത്തൊക്കെ കിട്ടും. ചെന്നിത്തലയ്ക്ക് വല്ല സാധ്യത ഉണ്ടോ? അത് പറയാൻ പറ്റില്ല. ഇനി ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു അടി ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവില്ല. എന്നാലും UDF ജയിക്കണം. ഈ ഭരണം മാറണം. ഓക്കെ. രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറിയൊക്കെ ഭരിക്കുന്നുണ്ട്. ഒരു 10 വർഷമായിട്ട് LDF സർക്കാരായിട്ട് ഭരിക്കുന്നത് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? അതോ അവര് മാറണോ? പുതിയൊരു സർക്കാർ വരണോ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലേ ഈ ലൈഫിലൊക്കെ പാസ്സായി കിടക്കുകയാണ്. പേര പണിയിലും സ്ഥലം മേടിക്കലും ഒക്കെ ആകെ ലൈഫിലൊക്കെ പാസ്സായി കിടക്കുന്ന ആൾക്കാർക്ക് ഇന്ന് വരെ പേര സ്ഥലമൊന്നും ആയിട്ടില്ല. അതിലൊരു വിഷമം ഉണ്ട്. എന്താ പോലിപ്പോ ഇലക്ഷൻ കാരണം നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. പഞ്ചായത്തിൽ ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. 5 ലക്ഷത്തിലോളം പേർക്ക് വീട് കൊടുത്തു അവകാശപ്പെടുന്നുണ്ടല്ലോ. അപ്പോ കിട്ടാത്ത ആളുകളുണ്ടെന്നാണോ? ഉണ്ട്. സ്ഥലമില്ലാത്തവർക്ക് ഒരു മുൻഗണനയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. സ്ഥലമുള്ളവർക്ക് എപ്പോഴും സ്ഥലമുള്ള പേര് പണിയാലോ. സ്ഥലമില്ലാത്തവർ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഭരണം മൊത്തത്തിൽ ഈ സർക്കാരിന്റെ മോശം എന്നാണോ? മോശം എന്ന് പറയാനില്ല. നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് വിഷയമുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ വലിയ തെറ്റും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവര് തന്നെ വീണ്ടും അധികാരത്തില് വന്ന വല്ല പ്രശ്നം ഉണ്ടാവും. വന്നു കഴിഞ്ഞാൽ അവര് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ആക്കിയിട്ട് അവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നും പറയാനൊരു അറിയാതുണ്ട് തോന്നിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് അവര് വേണമെങ്കിൽ വീണ്ടും ഭരിച്ചോട്ടെ. കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യത കണ്ടുണ്ടോ? സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ കാലങ്ങളായിട്ട് അവരൊന്നും ഒരു പുരോഗമനം ഇവിടെ കാഴ്ചവെച്ചിട്ടില്ല. പിന്നെ മാറി മാറി ഭരിക്കണ
നല്ലതാ എന്ന് പറയാനും തരക്കില്ല. മാറി മാറി ഭരിക്കുമ്പോ ഇവർ പറയുന്ന ഒരു പ്രശ്നം, ചില പദ്ധതികള് ഇവർ തുടങ്ങി വെക്കണത് അടുത്ത സർക്കാർ വരുമ്പോ ചെയ്യാൻ പറ്റാണ്ട് പോണ ഒരു പ്രശ്നം അങ്ങനെ വരുന്നത്. രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ വികസനങ്ങളാണ് തുടർന്ന് പോയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഭരണ തുടർച്ച എന്ന് പറയുമ്പോ അതല്ലേ കുറച്ചുകൂടി നല്ലത്? അതെ, അത് നല്ലതാണ്. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് ഒരു മുൻഗണന കൊടുക്കണം. അപ്പൊ ഈ LDF സർക്കാർ തന്നെ തുടർന്നുകൊണ്ട് കുഴപ്പമില്ല, നല്ല രീതിയിൽ പാവങ്ങളെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ എന്താണ് രാഷ്ട്രീയ സാഹചര്യം? ഇത്തവണ പിണറായി വിജയൻ ജയിക്കാൻ സാധ്യതയുണ്ടോ? ഈ പ്രാവശ്യം വരും, എന്ത് 3 തവണ വരും. കാരണം വികസനം അത്രയും കാര്യമായിട്ട് നടന്നുണ്ട്. സ്കൂളുകൾ, അതേമാതിരി റോഡുകൾ, പിന്നെ വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, വയനാട് ദുരന്തത്തിലുള്ള ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത കാര്യത്തിലൊക്കെ ആളുകൾക്ക് നല്ല അഭിപ്രായമുണ്ട്. പിന്നെ പാലങ്ങൾ കുറേ പണിതുണ്ട്. അപ്പം അത് കാരണം എല്ലാ കാര്യങ്ങളിലും വികസനം നടന്നുണ്ട്. പിന്നെ പെൻഷൻ 2000 ആക്കിയില്ലേ, അപ്പം അതിൻ്റെ ഒരു ഇത് ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ട് മൂന്നാമതും വരാൻ സാധ്യത. 2500 എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഈ ഭരണം മാറുമ്പോഴും പല കാര്യങ്ങളും നടത്തിയെന്ന് പറയുമ്പോഴും 2500 പെൻഷൻ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. 2500 ആക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന പൈസ മുടങ്ങുന്നതുകൊണ്ടാണ്. ഈ ആശാ വർക്കർമാരടക്കം കുറെ നാൾ സമരത്തിലാണ്, ഇപ്പോഴും ഒരു സമരത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ജോലിക്കാർ, അതുപോലെ ഇപ്പൊ നഴ്സുമാര് സമരം, അതുപോലെയുള്ള ജോലിക്കാരൊക്കെ ഈ സർക്കാർ ശ്രദ്ധിക്കണില്ല എന്നൊരു പരാതിയുണ്ട്. അതുപോലെ ഈ തോട്ടം മേഖലകളിൽ ശമ്പള വർധനവിനും ഒക്കെ അനുകൂലമായ നിലപാട് LDF സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. തോട്ടം മേഖലയിൽ ഒരു അനുകൂലമായ നിലപാടല്ല ഉണ്ടായിട്ടുള്ളത്. അതിപ്പോ ഒരു കൂലി വർദ്ധിപ്പിച്ചു, ബാക്കി കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു പോയതാണ്. പക്ഷെ അത് പിന്നീട് നടപ്പാക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ തോട്ടമേഖല. മറ്റ് ഇതിലെന്ന് പറഞ്ഞാൽ അവർക്കൊരു പൈസ കൊടുക്കുന്നത് ലേശം കൂട്ടി കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം ആശാ വർക്കർമാരെ. ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പം അങ്ങനെ. അതുപോലെ ഈ ആരോഗ്യ മേഖലയെ കുറിച്ച് ഇത്രയും വലിയ രീതിയിൽ സർക്കാർ പറയുമ്പോൾ തന്നെ ആരോഗ്യമേഖലയിൽ ഈ അടുത്തുണ്ടായ ഒരുപാട് കത്രിക മറന്നു വെച്ച കേസുകൾ, അതുപോലെ ഇപ്പൊ നമ്മളെ ഈ അടുത്ത് തന്നെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തെടുത്തു മാറ്റി, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ആരോഗ്യ മേഖല മെച്ചപ്പെട്ടു പറയാൻ പറ്റും? ആരോഗ്യമേഖല ആ രീതിയിലല്ല മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ കൂടിയില്ല. പിന്നെ മറ്റുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കാര്യത്തിൽ കുറച്ച് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലൊക്കെ നടപടികളും ഉണ്ടായിട്ടുണ്ട് എല്ലാ ആളുകളുടെ പേരിലും. മറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആസ്പത്രികളൊക്കെ നന്നാക്കി നല്ല ആസ്പത്രികളാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് വികസനം. ഭരണ തുടർച്ച എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി തന്നെ 10 വർഷവും 15 വർഷവും ഭരിക്കുമ്പോൾ ആ പാർട്ടിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പല മുതിർന്ന നേതാക്കളും പാർട്ടി വിട്ടുപോയി എതിർപക്ഷത്ത് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പ്രതികൂലമായി ബാധിക്കില്ലേ പാർട്ടിയെ? അതങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായി ബാധിക്കില്ല. കാരണം പാർട്ടിയിൽ നിന്ന് വിട്ടു പോകുമ്പോൾ എല്ലാ അണികളും പോകുന്നില്ല. അതിനോടനുബന്ധിച്ച് കൂടുതൽ കുറച്ച് ആളുകളെങ്ങാനും പോകുന്നുള്ളൂ. അത് സീറ്റ് കിട്ടാതെ വരുമ്പോൾ എല്ലാ പാർട്ടിയിൽ നിന്നും പല ആളുകളും പോകുന്നുണ്ട്. അങ്ങനെ ആ ഇതിൽ കാണാനേ പറ്റുള്ളത്. കഴിഞ്ഞ തവണ മികച്ചൊരു വിജയം ഇത്തവണ LDF ഉണ്ടാവും. LDFന് ഈ പ്രാവശ്യം ഭരണം കിട്ടും. അത് എത്ര സീറ്റാന്ന് പറയാം. കഴിഞ്ഞ തവണത്തെ അത്രയ്ക്ക് ഒരു മുൻതൂക്കില്ല. ഒരു 99 സീറ്റ് എന്നൊന്നും പറയുന്നില്ല. 99 എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭരണം കിട്ടാൻ സാധ്യതയുണ്ട്, ജയിക്കാൻ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. ഈ പ്രതിപക്ഷത്തിന്റെ പ്രകടനം എങ്ങനെ വിലയിരുത്തുന്നു? പ്രതിപക്ഷത്തിന്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ അവര് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നല്ലാതെ വികസനത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. അല്ലാതെ ഈ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഇടയിലുള്ള തർക്കങ്ങളെ കുറിച്ചാണ് കൂടുതലും അവരെ സംസാരങ്ങൾ വരുന്നത്. അതൊക്കെ തീർന്നു വന്നു. ഇപ്പോൾ ഇനി അവർക്ക് ഇപ്പോൾ കാര്യമായിട്ട് വികസനം പറയാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. എന്താണ് ഗവൺമെന്റ് കുറ്റങ്ങൾ കാര്യമായിട്ട് പറയാനൊന്നും പറ്റിയില്ല. BJPക്ക് ഇത്തവണ എന്തെങ്കിലും സാധ്യത കേരളത്തിലുണ്ടോ? അത് ചില സീറ്റുകളിൽ സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്നുള്ള ചർച്ച വന്നിട്ടുണ്ട് കേരളത്തിൽ മൊത്തത്തിൽ. ഡീൽ എന്നൊരു രീതിയിൽ പല മണ്ഡലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാ പ്രാവശ്യവും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ഡീൽ കോൺഗ്രസ് ആയിട്ട് ഡീലുണ്ട്, അല്ലെങ്കിൽ CPM ആയിട്ട് ഡീലുണ്ട് എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷമായിട്ട് ഡീലുണ്ടെന്ന് ഇങ്ങനെ എല്ലാ പ്രാവശ്യം പറയാറുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു ഡീലുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ പ്രചാരണം മാത്രം. അപ്പൊ ഇത്തവണയും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതാണ് പ്രതീക്ഷ. N4 ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക ഇലക്ഷൻ പ്രോഗ്രാം ആരുടെ വിധി? നാടിന്റെ തീരുമാനങ്ങൾ ഇനി N4 ന്യൂസിലൂടെ.